വേണ്ടമ്മ ഞാൻ നമ്മുടെ കറിവേപ്പേന്ന് പോയി കുറച്ച് കറിവേപ്പില വെച്ച് അമ്മ ഒരു കാര്യം ചെയ്യാവോ ഇത് ഫ്രിഡ്ജിലോട്ടൊന്ന് എടുത്ത് വെക്കാവോ? അയ്യോ അത് വേണ്ട. എന്താമ്മ നമ്മളിപ്പോ ഇത്രയും കമ്പോട് കൂടിയല്ലേ ഇത് മുറിച്ചോണ്ട് വന്നത്. അപ്പൊ ഇതിനകത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിക്കണം. ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് ഈ കരിയാപ്പില ഇങ്ങനെ വെക്കണം. അപ്പൊ നമ്മൾ പാചകം ചെയ്യുന്നിടത്ത് ഇവിടെ തന്നെ ഇങ്ങനെ വെക്കണം. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാചകം ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ഇങ്ങനെ ഒടിച്ച് എടുത്ത് കരിയാപ്പില ഇട്ട് കടുതളിച്ചെടുക്കാം. നമ്മൾ ഫ്രിഡ്ജിനകത്ത് എപ്പോഴെപ്പോഴും പോകാൻ നമ്മുടെ കറണ്ട് ചാർജ് ഒരുപാട് പോകും. ഇതാകുമ്പോൾ കറണ്ട് പോകത്തില്ല, എപ്പോഴും കരിയാപ്പില നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നമുക്ക് ഉപയോഗിക്കാം. അമ്മ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇത് അളിഞ്ഞു പോകത്തില്ല? അളിഞ്ഞു പോകത്തില്ല. അളിക്ക് പോകാതിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം അറിയാം, ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഈ വെള്ളം ഇന്ന് വെച്ച വെള്ളം കളയരുത്. ഇന്ന് വെച്ച വെള്ളം ഇവിടെ വെച്ചിട്ട് നാളെ ഈ വെള്ളം എടുത്ത് കളയണം. കളഞ്ഞ് വീണ്ടും ഈ കമ്പോട് കൂടി ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പൊ ഇത് തീരുന്ന വരെ ഈ കരിയാപ്പില നല്ലപോലെ ഇരിക്കും. അപ്പൊ കമ്പോട് ഒടിക്കണോ? കമ്പോട് ഒടിക്കണം. അപ്പൊ കമ്പോട് വെക്കുമ്പോൾ അത് അങ്ങനെ ഇരുന്നോളും. അപ്പൊ നമുക്ക് എപ്പോഴും ഫ്രിഡ്ജ് തുറന്നിട്ട് നമ്മുടെ കറണ്ട് വെറുതെ പോവില്ലയോ. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അങ്ങോട്ട് ഓടിപ്പോകുന്നത്. ഇത് പാചകം ചെയ്യുന്ന ഗ്യാസിന്റെ അടുത്ത് തന്നെ വേണം ഇത് വെക്കാൻ. ഇത് മഴയായാലും നമ്മുടെ കറിവേപ്പില ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാം. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം കരിയാപ്പില എടുത്തോണ്ടൊന്ന് വെച്ചാൽ മതി. നമുക്ക് എപ്പോഴും കരിയാപ്പ പോയി നശിപ്പിച്ചൊന്നും കളയേണ്ട ആവശ്യമില്ല. എന്നും നമ്മൾ കരിയാപ്പില പണ്ട് മുതലേ ഇങ്ങനെ ഞങ്ങൾ കരിയാപ്പില വെക്കുന്നത്. വെച്ചാൽ കരിയാപ്പ എപ്പോഴും ഒടിച്ച് അത് വൃത്തികളായി പോകും. ഇതാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്ന് ആവശ്യത്തിന് കരിയാപ്പില ഒടിക്കുക, കൊണ്ടുവന്ന് വെക്കുക, ഉപയോഗം കഴിയുക, ഉടനെ പിറ്റേ ദിവസം ഈ വെള്ളം എടുത്ത് കളയുക, പിന്നെ ഇതിനകത്ത് വീണ്ടും വെള്ളം ഒഴിച്ചു വെക്കുക. അപ്പോൾ ഇത് ഓക്കെ ആയി. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കറണ്ട് പോകത്തില്ല ഒരുപാട്. എപ്പോഴും അതിന്റെ ബുദ്ധിമുട്ടില്ല, അങ്ങോട്ട് ഓടിപ്പോയി തുറക്കണ്ടായോ. ഇതാകുമ്പോൾ എങ്ങും പോകണം. മഴയായാലും വെയിലായാലും അടുക്കളയിൽ തന്നെ സേഫ് ആയിട്ട് കറിവേപ്പില ഇരിക്കണം. അപ്പൊ നമ്മുടെ ഈ ടിപ്സ് എല്ലാരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മൾ കരിയാപ്പില ഒടിച്ചെടുക്കുന്ന പോലെ തന്നെ ഇരിക്കും. ഇത് ഫ്രഷ് ആയിട്ടിരിക്കും. ഫ്രിഡ്ജിനകത്തിരുന്നാൽ പിന്നെയും വാടും, ഇല പൊഴിയും. ഇത് ഇല പൊഴിയത്തില്ല. അപ്പൊ വേണ്ടേ, ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് കമന്റ് അയക്കണം, ഇല്ലയോ അമ്മേ? അത് തന്നെ. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.